നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വേഴ മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഉത്രട്ടാതി മീനക്കൂറ് എന്ന് പറയും. ധുതിനിധി ധനഭോഗി പണ്ഡിതശ അന്ത്യരാശു, ധനവും സുഖവും പാണ്ഡിത്യവും അറിവും കഴിവും ഒക്കെ ഉള്ള ഒരു നാളാണ്. നിങ്ങൾ ഉപദേശിക്കേണ്ട ഒരു കാര്യവും ഇല്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടത്താൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയാവുന്നുള്ളവരും മറ്റുള്ളവർക്ക് വലിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് നിയന്ത്രിച്ച് കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ബുദ്ധിജീവികളാണ്. പക്ഷേ ഈ സമയത്ത് വേഴമാറ്റം കൊണ്ട് കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വേഴൻ 2026 6-ാം മാസം 2-ാം തീയതി നിങ്ങൾക്ക് 4-ൽ നിന്ന് 5-ലേക്കാണ് വരാൻ പോകുന്നത്. 5 നിൽക്കുന്നത് കൊള്ളാം. 2027 6-ാം മാസം 26-ാം തീയതി വരെയാണ് കർക്കിടകൻ രാശി വേഴ നിൽക്കുന്നത്. ഇതിടയ്ക്കൊരു മാറ്റമുണ്ട്. 2026 ഒക്ടോബർ മാസം വേഴൻ ഈ 5 നിന്ന് 6-ലേക്ക് വരും. പിന്നെ 2027 ജനുവരിയിൽ ഈ പറയുന്ന 6-ൽ നിന്നും വീണ്ടും 5 വരും. പിന്നെ 2027 6-ാം മാസം 26-ാം തീയതി വരെ കർക്കിടകൻ രാശിക്കാണ് വീണ്ടും ചിങ്ങത്തിലേക്ക് പോകുന്നത്. അപ്പോൾ വേഴഗ്രഹം നമുക്ക് 5-ലും 6-ലും മാറി മാറി സഞ്ചരിക്കും. 5 നിൽക്കുന്നത് നല്ലതാണ്. കാരണം 5 പറയുന്നത് വേഴ നിൽക്കുന്ന രാശിയിൽ വരുമ്പോൾ വളരെ നല്ലതെന്ന് പറയാം. ഈശ്വരാനുഗ്രഹം വളരെയധികം കൂടുതലുള്ള സമയമാണ്. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു പവർ യൂണിറ്റ് ആയിട്ട് അങ്ങ് മാറും. എന്ത് ചെന്ന് തൊട്ടാലും അത് അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും. അംഗീകാരങ്ങളും അവാർഡുകളും അവസരങ്ങളും ഒക്കെ നമുക്കുണ്ടാകും. ഏത് പരീക്ഷയ്ക്കും മത്സരത്തിന് പോയാലും വിജയിക്കും. 5-ൽ വേഴൻ ഉള്ള ജാതകക്കാരും 5-ൽ വേഴൻ സഞ്ചരിക്കുന്ന സമയവും പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യന്തി പ്രതിബോധയശ മനസന്തുഷ്ടിച്ച പുണ്യോദയനാണ്. പുത്രസ്യ ലാഭം എന്ന് വെച്ചാൽ മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകുന്ന ഘട്ടമാണ്. വലിയ ഔഷധവും ചികിത്സയും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടും മക്കളില്ലാന്ന് പ്രയാസപ്പെടുന്നവർക്ക് മക്കളുണ്ടാകുന്ന സമയം. ഉള്ള മക്കൾക്ക് നല്ല വിദ്യയും ഉദ്യോഗം അധികാരം അഭിവൃദ്ധിയൊക്കെ കിട്ടുന്ന സമയം. പിള്ളേർ പഠിച്ച് നല്ല ജോലി അധികാരമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്ന സമയം. അഥവാ ആരോഗ്യം, നമ്മുടെ രോഗങ്ങൾ പകുതിയെങ്കിലും മാറി കിട്ടും. മൊത്തം മാറണമെങ്കിൽ 7-ാം ശനി മാറും. 7-ാം ശനി കിടക്കുന്നതൊരു എന്നും അസുഖം, രോഗിയെപ്പോലെ ചെറിയൊരു അസുഖം വന്നാലും എന്നും നമുക്ക് അസുഖങ്ങളാണെന്ന് തോന്നി പല പല ട്രീറ്റ്മെൻറ്റുകൾ, സർജറികൾ ഒക്കെ വേണ്ടി വരുന്ന ഒരു സമയമാണ്. ചെറിയ ലാബ് വിട്ട് വെന്റിലേറ്ററിൽ വരെ കിടക്കാൻ യോഗമുള്ള സമയമാണ് 7-ാം ശനി. അത് വെച്ച് നോക്കുമ്പോൾ ആ ദോഷങ്ങൾക്ക് ഒരു ശമനം വരും, ആരോഗ്യം കിട്ടുമെന്നാണ്. അപ്പം വലിയ സർജറിയൊക്കെ വേണമെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും ഒരു സർജറി ഇല്ലാതെ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ആരോഗ്യം കിട്ടും, രോഗം മാറും, ഈ ബുദ്ധിശക്തി വർദ്ധിക്കും. മാനസികമായിട്ട് വളരെയധികം ടെൻഷനുള്ള ആൾക്കാർക്ക് ആ പ്രയാസവും ദുഃഖമൊക്കെ മാറ്റി മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടും, ബുദ്ധിശക്തി കിട്ടും. ബുദ്ധി പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ മുടിക്കണം എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. ബുദ്ധിഭ്രമം വന്നാൽ ഭ്രാന്താണെന്നാണ് അതിൻ്റെ സാരം. അങ്ങനെ ഈ പ്രതിഭോദേശ, പ്രതിഭ എന്ന് വെച്ചാൽ കലാപ്രതിഭ, കായിക പ്രതിഭ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് മത്സരത്തിനും പരീക്ഷയ്ക്കും പോയാൽ വിജയം കിട്ടും. അപ്പം മത്സരത്തിനും പരീക്ഷയ്ക്കും പോകാത്ത ഒരാളിന് പ്രതിഭയാവാൻ പറ്റുന്ന എങ്ങനെ? അവരൊരു ചെറിയ മുറുക്കാൻ കട തുടങ്ങിയാലോ, സൂപ്പർ മാർക്കറ്റ്, അവൻ ചെറിയ കൃഷി, ആൾക്കാർ, വ്യാപാരം, അവർ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും അതിലൊക്കെ അവർക്ക് തഴച്ച് വളർന്നുയർന്ന് നല്ല പുരോഗതി കൈവരിക്കാൻ പറ്റും. മനസ്സന്തുഷ്ടിച്ച മനസ്സിന് നല്ല സന്തുഷ്ടി, മനസ്സുഖം കിട്ടും. പുണ്യം കിട്ടുമെന്നാണ്. പാപം കിട്ടുമെന്നല്ല, പുണ്യം കിട്ടും. നിങ്ങളൊരു പാപിയാണെങ്കിൽ പോലും പുണ്യം ചെയ്യാനുള്ള മനസ്സ് വരും. അങ്ങനെ എല്ലാവരുടെയും പ്രീതി നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് വേഴ ഉച്ചത്തിലാണ് വരണേന്ന് പറയും. ഒരു ഗ്രഹത്തിന് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഉച്ചം എന്ന് പറയുന്നത്. ശുംഖസ്ഥിതേ തനുപദോ സദനസ്വീര ജയതാൻ ദിഷാം കലു ഭവേ പ്രഥമാന തേജോ നനസദനമൊക്കെ നിറയെ പൈസയൊക്കെ കിട്ടും. നമ്മൾ ചെറിയ പ്രയത്നം ചെയ്താൽ നല്ല സാമ്പത്തിക ഉയർച്ച കിട്ടും.
കിട്ടാതെ കിടക്കണ പൈസകളും കൂടി കിട്ടും. പുത്രസ്യ അങ്ങനെ നമുക്ക് സ്വധനം പൈസ കിട്ടും. സവീരം നമുക്ക് ഉത്സാഹവും വീരത്വവും ഒക്കെ കിട്ടും. ജേതാവെന്ന് വെച്ചാൽ ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും കർമ്മത്തിനും പോണുള്ള പ്രവർത്തന രംഗത്ത് വിജയിച്ച് നേടാൻ പറ്റും. അഭിമാന തേജു നല്ല അഭിമാനവും തേജസ്സും ഐശ്വര്യവും ഒക്കെ കിട്ടുന്ന പുരോഗതി കിട്ടുന്ന സമയമാണ് വേഴൻ ഉച്ചത്തിൽ നിൽക്കുന്ന കാലഘട്ടം. ഇനി വേറൊരു ഫലവും കൂടെ ഉണ്ട്. സ്വച്ഛസ്ഥിതേ ദേവഗുരുർ ഭൃഗൂർവ ചന്ദ്രേണ യുക്ത യതി ലഗ്നസംസ്ഥ പ്രീതിം വദേ ദേവജന സമസ്താൻ പക്ഷേണ ലാഭസ്യ ചതുഷ്പദാന. സ്വച്ഛസ്ഥിതി സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ദേവഗുരുവായ വേഴനോ ഭൃഗു ശുക്രഗ്രഹമോ വരികയും ചന്ദ്രേണ യുക്ത ചന്ദ്രൻ്റെ രാശിയിലോ ചന്ദ്രനുമായിട്ട് യോജിച്ച് നിൽക്കുകയൊക്കെ ചെയ്താലും ഏത് ലഗ്നസംസ്ഥ ലഗ്നാധിപനുമായിട്ട് ബന്ധം ഉണ്ടാവുകയും ചെയ്ത പ്രീതിം വദേ പ്രീതി ഒന്നെന്ന് പറയണം. ആരെ പ്രീതി? ദേവ ജനാൻ സമസ്ത ദേവന്മാരുടെയും സമസ്ത ജനങ്ങളുടെയും പ്രീതി കിട്ടുമെന്നാണ്. കാരണം ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരാളുടെ വിരോധവും ശത്രുതയും ഉണ്ടാകാനും പെട്ടെന്ന് എല്ലാവരും നമ്മളെ അനുകൂലിക്കുക അനുമോദിക്കുക അംഗീകരിക്കുകയും അതേപോലെയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്ന സമയം. അതുകൊണ്ട് നമ്മൾ ഒരു തകർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് രക്ഷപ്പെട്ടു വരാനുള്ള യോഗം വേഴമാറ്റം കൊണ്ട് ഉണ്ട്. പിന്നെ നമുക്ക് വേഴൻ 2026 10-ാം മാസം മുതൽ നമുക്ക് ഈ 5 നിന്ന് മാറി 6-ലേക്കാണ് വരുന്നത്. അപ്പോൾ 6 വേഴത്തിൻ്റെ സഞ്ചാരകാലം നമുക്ക് അത്ര തൃപ്തിജനകമല്ല. 6 എന്ന് പറയുന്നത് ശത്രുസ്ഥാനം രോഗസ്ഥാനവും. രോഗം കൊണ്ടും ശത്രുവിനെ കൊണ്ടും ഒരു വ്യക്തിക്ക് വലിയധികം ബുദ്ധിമുട്ടുകളുണ്ട്. രോഗസ്ഥാനത്ത് വരുമ്പോൾ സർജറിയൊക്കെ വേണമെന്ന് പറയും. ശത്രുസ്ഥാനത്ത് വന്നാലാ നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങിയാലും നമ്മളാണ് ശത്രു എന്ന് തോന്നി നമുക്കെതിരെ നടപടികൾ, നമുക്ക് സാമ്പത്തിക പുരോഗതിക്ക് തടസ്സങ്ങൾ, തരാനുള്ള പൈസ തരിയില്ല, കിട്ടാനുള്ളത് കിട്ടിയില്ല, കടവും കൂടെയൊക്കെ വാങ്ങിച്ച് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ് ഇതൊക്കെ ചെയ്യണവർ, ഗെയിമുകൾ കളിക്കണവർ വളരെ സൂക്ഷിക്കണം. കാരണം ഈ വേഴ 6 വരുമ്പോൾ ഋണാർത്ഥ ചോര, ക്ഷത, രോഗശത്രുണബാധ്യത, കടങ്ങൾ കൂടും. ചോരം കള്ളന്മാർ പറക്കൊണ്ട് പോകുന്നതാണ് നമ്മുടെ ഇരിക്കുന്ന വസ്തുവകകളും കടയിൽ കിടക്കുന്ന സാധനങ്ങൾ, ഷോപ്പിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ക്ഷതം, മുറിവ് ചതവുകൾ, അതേപോലെ ചൂഷണം ഉണ്ടാവും. നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞ് വസ്തു തരാം, വീട് തരാം, വാഹനം വാങ്ങിച്ചിട്ട് അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രേരിപ്പിച്ച് നമ്മളെ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വീടും തരൂല, വസ്തുവും തരൂല. അങ്ങനെ എല്ലാ ഇടപാടുകളും നമ്മൾ വളരെ രേഖാമൂലം പ്രവർത്തിക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, പൈസ അത്രയും വാങ്ങിച്ചിട്ട് നമ്മൾ പൈസ കൊടുത്തില്ലെന്നും അവർക്ക് കിട്ടിയിട്ടില്ലെന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചതിക്കുഴി വീഴാതിരിക്കുക, ക്ഷതം മറിഞ്ഞു വീണ് കൈകാലി ഓടിയാതെ സൂക്ഷിക്കുക, സ്റ്റെപ്പൊക്കെ ഇറങ്ങണതൊക്കെ സൂക്ഷിക്കണം. അപകടം പതിയിരിക്കുന്ന സ്ഥലത്തൊക്കെ പോവാതിരിക്കുന്നതാണ് നല്ലത്. വീണ് അപകടങ്ങളൊക്കെ സംഭവിച്ചു ഒടുവിൻ ചതവൊക്കെ ഉണ്ടായി പോകും. ആശുപത്രിയിൽ പോയാൽ സർജറിയൊക്കെ ചെയ്യുന്നതും ഈ ക്ഷതത്തിൽ പെടുന്നത് തന്നെ. ശത്രു എന്ന് പറയുമ്പോൾ ഒരുപാട് ശത്രുക്കളുണ്ട്. ശത്രു എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് എടുക്കരുത്. കാരണം നമ്മളെ നാട്ടിലെ എല്ലാ അടി, വെട്ട്, കൂത്തു, കൊലപാതകം, മരണം ഇതൊക്കെ ശത്രുത കൊണ്ടാണ്. നമ്മളെ എങ്ങനെയൊക്കെ കരിവാരി തേക്കാൻ പറ്റും അവസരങ്ങൾ കാത്തിരിക്കുകയാണ് ആര്? ശത്രുക്കളും മീഡിയകളും. അപ്പോൾ അതുകൊണ്ട് ഒരു സാധാരണക്കാരൻ നല്ലത് ചെയ്താൽ പോലും ലോകം അറിയില്ല. പക്ഷെ എന്നാൽ ഒരു നല്ലവൻ എന്തെങ്കിലും ഒരു ദോഷം ചെയ്തെന്ന് പറഞ്ഞു വരുത്തി അവൻ്റെ കുടുംബത്തെയും ജീവിതത്തെയും തകർക്കാൻ ആർക്കും ഒരു മടിയില്ല. അങ്ങനെയും കൂടെ ഉണ്ട് പ്രശ്നങ്ങൾ. അപ്പം അതുകൊണ്ട് ഒരുപാട് ശത്രുതകളും കടങ്ങളും കേസുകളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്ന സമയം കൂടെ. അതുകൊണ്ട് ശത്രു സംഹാര പൂജ, ഐശ്വര്യ പൂജ, നവഗ്രഹ പൂജ, വിഷ്ണുവിനെ ഭജിക്കണം, ഭാഗ്യസൂക്ത ജപം, ഐക്യമത്വ സൂക്ത ജപം ഇതൊക്കെ ജപിക്കണം. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ദോഷങ്ങളും, മരുന്നും വേണം, മന്ത്രവും വേണം. കാരണം ചെറിയ അസുഖം വന്നാലും ആശുപത്രിയെ സമീപിക്കണം. അങ്ങനെ വലിയ വലിയ അസുഖങ്ങളാണെന്ന് പറയും. കാരണം നമുക്ക് ചെറിയ അസുഖമാണെങ്കിലും നമ്മൾ വിചാരിക്കും വലിയ വലിയ കുഴപ്പങ്ങളാണെന്ന് പറയും. അതുകൊണ്ട് ആശുപത്രിക്കാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർ സ്കാനൊക്കെ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ കുഴപ്പം കണ്ട് അവരൊരു ഇപ്പം ചെറുതേ പറ്റേ ഉള്ളൂ, ചിലപ്പോൾ ഇത് കൂടി വലുതാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ആളുകളെ
താല്പര്യം ചിലപ്പോൾ എന്താണ് ചെറുതായിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ നടത്താൻ ശരിയാക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ചെറുത് ചെയ്ത് പിന്നെ വലുത് ചെയ്ത് പിന്നെ ജീവിതകാലം മൊത്തം ആശുപത്രിയായിട്ട് കഴിഞ്ഞു കൂടാനുള്ള അവസരങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കരുത്. കാരണം നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത നമ്മളും ചിലപ്പോൾ കുഴപ്പമാണെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്നത് പോലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും. അപ്പം അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് മരുന്നും വേണം, മന്ത്രവും വേണം. തടസ്സം മാറാനും ഐശ്വര്യപൂർത്തിക്കും വേണ്ടി ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയ ഹോമം, ഐശ്വര്യ പൂജ, ശത്രുന്മാരെ പൂജയൊക്കെ ചെയ്യുമ്പോഴാണ് കുഴപ്പങ്ങൾ മാറുന്നത്. മരുന്ന് ചെയ്യുമ്പം രോഗം മാറും, ദോഷങ്ങൾ മാറാൻ മന്ത്രവും ചെയ്യുമ്പോൾ നല്ലതായിട്ട് വരും. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിലെ ജനിച്ച തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ വെച്ച് നമുക്ക് നോക്കുക. ജാതകത്തിൽ ദോഷം ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങൾ, ഭാഗ്യങ്ങൾ, അഭിവൃദ്ധികളൊക്കെ കിട്ടുന്ന ഘട്ടമാണെങ്കിൽ ഇതൊക്കെ ചെറിയ ചെറിയ ഒരു ദോഷങ്ങൾ മാത്രമേ ആയിട്ട് കണക്കാക്കാവൂ. കാരണം വലിയ ദോഷങ്ങളൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിലും നമുക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത്രയും കാലം നമ്മളുണ്ടാക്കിയത് നിസ്സാരം കൊണ്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി ഒരുപാട് സമയമൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾ ജാതകം പരിശോധിച്ച് നോക്കണം. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ മീനക്കൂറുകാർ വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കണം. കാരണം ശനിയുടെ അച്ഛനാണ് കാലനായിരിക്കുന്ന ശിവൻ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളൊക്കെ മാറും. കാലഭൈരവ ക്ഷേത്രത്തിൽ അമാവാസി ദിവസം എല്ലാ അമാവാസിക്കും രാവിലെ നട തുറക്കും. 10 മണിക്ക് മൃത്യുഞ്ജയമുണ്ട്, പിതൃക്കൊക്കെ ബലിയുണ്ട്, 4 മണിക്ക് യമരാജ പൂജയുണ്ട്, 5 മണിക്ക് ഭദ്രാളി പൂജയുണ്ട്, 6 മണി തൊട്ട് 7:30 വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങളൊക്കെ ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് നന്നാട്ടുകാവിലാണ് ഈ അമ്പലം. അപ്പോൾ പലവരും ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു തവണയെങ്കിലും ഈ ശനിയും ദോഷമൊക്കെ കിടക്കുന്നത് കൊണ്ട് വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വളരെ ഐശ്വര്യമുണ്ട്. അമാവാസിയിൽ നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. എപ്പോഴും വേണോ വരാം, എപ്പോഴും വേണോ തൊഴുവാം. അങ്ങനെ ജാതകം പരിശോധിക്കണമെങ്കിൽ ഡീറ്റെയിൽസ് അയച്ചു തരണം, ഫീസ് വായിക്കണം. എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി കാലഭൈരവ സ്വാമിയോടും പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.